മാഷാ അല്ലാഹ്. ഹർഷി. അസ്സലാമലൈക്കും. വാലിക്കും സലാം. ഇന്ന് പല ചെറുപ്പക്കാരും നേരത്തെ തന്നെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ തങ്ങളുടെ കരിയറുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. അവർ 30-40 വയസ്സാകുന്നത് വരെ കാത്തു നിൽക്കാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സന്ദേശം താങ്കൾക്ക് നൽകാനുണ്ടോ? ഇന്നത്തെ യുവതലമുറ വിവാഹത്തേക്കാൾ മുൻതൂക്കം നൽകുന്നത് തങ്ങളുടെ കരിയറിനാണ്. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് പറയുന്നു. നിങ്ങൾക്ക് ടീനേജിലും സ്വന്തം കാലിൽ നിൽക്കാമല്ലോ. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വെച്ചാൽ സാമ്പത്തികമായി സ്വതന്ത്രനാവണമെന്നാണ്. അവർക്ക് നല്ല ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ നല്ലതുപോലെ വരുമാനമുണ്ടാക്കി തുടങ്ങുകയോ വേണം. അവരൊരു കരയെത്തുമ്പോഴേക്കും 30 വയസ്സ് കഴിയും. 20കളുടെ അവസാനമെന്ന് പറഞ്ഞാലും നേരത്തെയാണ്. 30കളുടെ ആദ്യമോ അവസാനമോ ഒക്കെ എത്തും. അപ്പോൾ നിങ്ങൾ വിവാഹിതനാകുന്നതിന് മുൻപ് കരിയർ സ്ഥാപിക്കുക എന്നത് എത്രമാത്രം പ്രധാനമാണ്. വിവാഹമെന്നത് ജീവിതത്തിന്റെ ഭാഗമാണ്. കരിയറും ജീവിതത്തിന്റെ ഭാഗമാണ്. കരിയറിനു വേണ്ടിയിട്ട് ഒരു വ്യക്തി തന്റെ വിവാഹം നീട്ടരുതെന്നാണ് എന്റെ അഭിപ്രായം. വിദ്യാഭ്യാസത്തിന്റെ കാരണമായും ശരി. നിങ്ങൾ ടീനേജിൽ വിവാഹം കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. അവന് പക്വതയുണ്ടെങ്കിലാകാം. ഒരു വ്യക്തി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ വിവാഹിതനാകാൻ ഇസ്ലാം അനുവദിക്കുന്നു. പക്ഷെ അധികം താമസിപ്പിക്കണ്ട. സ്വഹീഹുൽ ബുഖാരിയിൽ 7-ാം വാള്യത്തിൽ നിക്കാഹിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 4-ാമത്തെ നബിവചനത്തിൽ ഇങ്ങനെ കാണാം: ചെറുപ്പക്കാരെ, നിങ്ങളിൽ ആർക്കാണോ കഴിവുള്ളത് അവൻ വിവാഹിതനാകട്ടെ. നിങ്ങളുടെ ചാരിത്രം സംരക്ഷിക്കാനും ദൃഷ്ടി താഴ്ത്താനും സഹായിക്കും. വിവാഹത്തിനു ശേഷം എന്റെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കരിയർ സ്ഥാപിക്കാൻ അസാധ്യമാകും, വിവാഹം അതിനൊരു തടസ്സമാകും എന്ന ഇത്തരക്കാരുടെ ചിന്ത വാസ്തവത്തിൽ തെറ്റാണ്. ഒരാൾ മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവൻ വിവാഹിതനായാൽ പിന്നെ അവന്റെ പഠനത്തിൽ ഭാര്യയും സഹായിക്കും. നിങ്ങൾ നല്ല വശത്തിലേക്ക് നോക്കൂ. നിങ്ങൾ വിവാഹത്തിനു ശേഷം ബിരുദാനന്തര ബിരുദം ചെയ്യുകയാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. അവൾ നിങ്ങളെ നോട്ട്സ് ഉണ്ടാക്കാൻ സഹായിക്കും. നിങ്ങളുടെ വിദ്യാഭ്യാസം സുഗമമാകാൻ സഹായിക്കും. സാധാരണ നിങ്ങൾക്ക് അമ്മ മാത്രമേ കാണൂ. ഇപ്പോൾ നിങ്ങൾക്ക് അമ്മയും ഭാര്യയുമുണ്ട്. അപ്പോൾ കരിയർ ഉണ്ടെങ്കിലും എന്താണ് പ്രശ്നം? ഞാൻ സ്വയം സമ്പാദിച്ചാൽ മാത്രമേ സാധിക്കൂ എന്ന ഭയം കാണും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്കതിനുള്ള കഴിവുണ്ടെങ്കിൽ. ഇത്തരക്കാരായ മിക്കവരുടെയും രക്ഷകർത്താക്കൾ സമ്പന്നരാണ്. അവർക്ക് സേവിങ്സ് ഉണ്ട്. അപ്പോൾ സാമ്പത്തികം ഒരു പ്രശ്നമല്ലെങ്കിൽ അവർ വിവാഹിതരാകണമെന്നാണ് ഞാൻ പറയുന്നത്. വ്യാപാരം സ്ഥാപിക്കാനും എളുപ്പമാണ്. ഭാര്യയ്ക്ക് നിങ്ങളെ പിന്തുണക്കാൻ സാധിക്കും. കാരണം ഭാര്യയുടേത് ഒരു വസ്ത്രത്തിന്റെ കർത്തവ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വൈകി വിവാഹിതനാവുകയെന്ന ആശയത്തോട് ഞാൻ വിയോജിക്കുന്നു. കാരണം നിങ്ങൾ നേരത്തെ വിവാഹം കഴിച്ചാൽ മാത്രമേ നേരത്തെ കുട്ടികളുണ്ടാകൂ. അല്ല എനിക്ക് വിശ്രമിക്കണം, ആസ്വദിക്കണമെന്ന് ചിലർ പറയാറുണ്ട്. നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിലും നേരത്തെ വിവാഹം കഴിക്കുക. നിങ്ങൾ 20കളിൽ വിവാഹം കഴിക്കുക, വേഗം കുട്ടികളാവും. നിങ്ങൾ 40കളാവുമ്പോഴേക്കും നിങ്ങളുടെ കുട്ടിക്ക് 18-19 ആകും. അല്ലെങ്കിൽ നിങ്ങൾ 60 വയസ്സ് വരെ കാത്തു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കണമെങ്കിലും നേരത്തെ വിവാഹം കഴിക്കുക, കുട്ടികളെ ആക്കുക. കുട്ടികളെ ആക്കിക്കൊണ്ട് നിങ്ങൾ സ്വന്തം ബിസിനസ് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രനായി ജീവിതം നേരത്തെ ആസ്വദിക്കാം. അതുകൊണ്ട് ജീവിതം ആസ്വദിക്കണമെങ്കിലും നേരത്തെ വിവാഹം കഴിക്കുക. നിങ്ങൾ സമൂഹത്തിന്റെ തിന്മയിൽ പോവുകയില്ല. നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ വഴിതെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ബിരുദവും ബിരുദാനന്തര ബിരുദവും ചെയ്യുന്ന വേളയിൽ സിറാത്തുൽ മുസ്തഖീം അഥവാ ചൊവ്വായ മാർഗത്തിൽ നിൽക്കാൻ വളരെ പ്രയാസമാണ്. നിങ്ങൾക്കൊരു ഭാര്യയുണ്ടാകുമ്പോൾ അവർ നിങ്ങളുടെ മുഹ്സിനയായിരിക്കും. അതായത് തിന്മയ്ക്കെതിരെയുള്ള രക്ഷാകവചമായിരിക്കും. നിങ്ങൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും. സാധാരണ മിക്സഡ് വിദ്യാലയങ്ങളിൽ പോകുമ്പോൾ പെൺകുട്ടികളുടെ മുൻപിൽ നായകനാകാനുള്ള ശ്രമമായിരിക്കും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നടത്തുക. ഇവിടെ നിങ്ങളോടൊപ്പം നായിക വീട്ടിൽ തന്നെയുണ്ട്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഭാര്യയുണ്ട്. അതുകൊണ്ട് സമയം പാഴാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും അത് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പഠനവും കരിയറും നല്ല നിലയിൽ നിലനിർത്താൻ നേരത്തെ വിവാഹം കഴിക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം.